സ്വാമി ചിന്മയാനന്ദന്റെ 33-ാം ജന്മദിനത്തോടനുബന്ധിച്ച് പാലക്കാട് ചിന്മയ തപോവനത്തിൽ ഭാഗവത സപ്താഹം സംഘടിപ്പിച്ചു. ബാണാസുര യുദ്ധം, രാജസൂയം, കുചേല ഉപജ്ഞാനം, സന്താന ഗോപാലം, ഭാഗവത പാരായണം തുടങ്ങിയ പരിപാടികളാണ് നടന്നത്. കഴിഞ്ഞ ദിവസം ബാലകൃഷ്ണ ലീലകളും മറ്റും അരങ്ങേറി. സ്വാമി അശേഷാനന്ദ സപ്താഹത്തിന് നേതൃത്വം നൽകി. രാജ്യാവകാശം നിഷേധിക്കപ്പെട്ട ഒരു പണ്ട് ശ്രമിച്ചിട്ടല്ലോ യാതി അതൊന്ന് ഏതൊന്നും വിവരം കൊടുക്കാൻ നമുക്കൊന്ന് രാജ്യാധികാരിയാതെ പൊതുവിനാണ്. അപ്പോൾ രാജ്യാധികാരനെ ഇല്ലാത്ത ഓപ്ഷനിൽ തന്നവൻ, സ്വന്തമായ ഒരു രാജ്യം ഇല്ലാത്തവന്, പോരാത്തതിന് പ്രബലന്മാരായ രാജാക്കന്മാർ രാസധാരികളോടൊക്കെ യുദ്ധം ചെയ്ത് തോറ്റോടി നാട്ടിലൊന്നും ഇരിക്കാൻ പറ്റാതെ ഈ സമുദ്രത്തിൽ ഒന്ന് ഒളിച്ചു താമസിക്കുന്നവൻ അടിയിലും. അങ്ങനെയൊക്കെ എന്നെ നീ കല്യാണം കഴിച്ചു വെച്ചാൽ നിനക്ക് ബുദ്ധിയുണ്ടോ? എൻ്റെ കാര്യം ഇങ്ങനെ ആലോചിക്കാന്ന് പറഞ്ഞതേ. മാത്രമല്ല 10 പൈസ ഭാര്യയുടെ ആവശ്യം എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ ഭർത്താവ് കൊടുക്കട്ടെ. 10 പൈസ എടുക്കാനുണ്ടോ? പരമദരിദ്രനാണ് ഞാൻ, മനസ്സിലായോ? ഇനി എന്നെ ആഠ്യന്മാരും പണക്കാരും ഭരിക്കാറും പതിവില്ല. ഇനിയോ ശാന്തേരികളാണ് പണിക്കുക, എന്നെ ഭരിക്കുക. അപ്പോൾ നീ വിചാരിക്കും അങ്ങനെയാണെങ്കിൽ എന്തിനാ അപ്പോൾ ഞാനൊരു സന്ദേശമായിട്ട് അയച്ചപ്പോൾ രാത്രിക്ക് രാത്രി ഓടി വന്ന് ഇവരെയൊക്കെ തോൽപ്പിച്ച് എന്നെ കൊണ്ടുപോകുന്നത്? അവിടത്തേക്ക് എന്തെങ്കിലും താല്പര്യം ചെയ്യുന്നതിൽ വരാണ്ടിരുന്നാൽ മതിയെന്നില്ലേ? നീ വിചാരിച്ചു നിന്നോടുള്ള സ്നേഹം കൊണ്ടും പ്രേമം കൊണ്ടും നിന്റെ സൗന്ദര്യത്തിൽ പ്രകടിച്ചിട്ടാണ് ഞാൻ വന്നതല്ലേ? ഒന്നുമല്ല. പിന്നെയോ നിന്റെ ആങ്ങളമാരും നിരാസദ്ധാദികളൊക്കെ അഹങ്കാരികളും ദുഷ്ടന്മാരും നീചന്മാരും എന്നെ വെല്ലുവിളിക്കുന്നവരായിരുന്നു. അവരെ നേരെയാക്കാൻ തോൽപ്പിക്കാൻ ഇത് നല്ലൊരു അവസരം കിട്ടിയിരിക്കും. ഞാനത് പ്രയോജനപ്പെടുത്തി. UTV ന്യൂസ്, പാലക്കാട്.